ഹലോ ഗൈസ്, കാലത്ത് തന്നെ നമ്മൾ ഫുഡും കഴിച്ച് റെഡി ചെയ്ത് കോളേജിൽ പോകാൻ ഇറങ്ങാം കേട്ടോ. ഡിപ്പാർട്ട്മെൻറ്റ് എത്തി, ക്ലാസ്സിൽ ചെന്നു, മിസ് ഇത് അറ്റൻഡൻസ് എടുക്കുക കേട്ടോ. ഇത് കഴിഞ്ഞ് വേറെ സ്ഥലത്താണ് ക്ലാസ്. ഇന്ന് ഫസ്റ്റ് ലെക്ചർ അതിൻ്റെ അനാട്ടമി ആയിരുന്നു കേട്ടോ. കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു പടം വരയ്ക്കണത്. ഇതാണ് ഞാൻ വരച്ചായി. ബ്രേക്കായപ്പോൾ വെറുതെ ഒന്ന് പുറത്ത് നടന്നിട്ട് വന്നു കേട്ടോ. അടുത്ത ലെക്ചർ കഴിഞ്ഞാൽ ലഞ്ച് ബ്രേക്കായിരുന്നു. ഞാനും ജസ്റ്റിനും കവിനും കൂടി പുറത്ത് പോയി ഇന്നൊരു ചിക്കൻ ബിരിയാണി കഴിക്കാമെന്ന് വെച്ചു. ഞങ്ങളൊരു ഹോട്ടലുണ്ട്, അവിടെ കയറി 3 ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. കഴിച്ച് കഴിഞ്ഞ് കോളേജ് എത്തി. അടുത്ത ലെക്ചർ സൗണ്ട് പ്രാക്ടീസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റുഡിയോയിലായിരുന്നു. സെയിം അന്നത്തെ പോലെ തന്നെ ഡബ്ബിങ്. മാത്യു സീൻ ഡബ്ബ് ചെയ്ത് പൊളിച്ചടിക്കും കേട്ടോ. ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് വെച്ച് കോളേജിൻ്റെ അടുത്തുള്ളൊരു ഹോസ്പിറ്റൽ വരെ പോയിട്ടോ. ഞാനും ജസ്റ്റിനും ഉണ്ട്. എന്താ പറ്റിയെന്ന് ഞാൻ പറയാം. കയ്യിൽ ഒരു സാധനം പിടിപ്പിച്ചിട്ടുണ്ട്, ക്യാനിലോട്ട്. എന്തായാലും ഹോസ്പിറ്റലിലെത്തി. വൈബിനൊരു കുറവ് വേണ്ട, ഞാൻ കാണിക്കാൻ കണ്ടിട്ട് ജസ്റ്റിനോടെ നോക്കിയിരിപ്പുണ്ട് കേട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മളെ വിട്ട് നമ്മൾ കൗണ്ടറിൽ പോയി ബില്ല് അടച്ച് ഫാർമസിയിൽ പോയി മരുന്നും മേടിച്ച്. ബില്ല് ലേശം കത്തിയായി പോയി കേട്ടോ. ബില്ല് കൊടുത്ത ക്ഷീണത്തിൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോയി. വീടെത്തി. ഇവനാട്ടോ ഇന്നത്തെ താരം. ഇതുകൊണ്ടാട്ടോ നമ്മൾ ഹോസ്പിറ്റലിൽ പോയത്. ബെഡിലും കിടക്കാനുണ്ടായിരുന്ന മൂട്ട നല്ല പണിയാണ്. മൂട്ട അടിച്ച വിഷമമൊന്നും ചെക്കനില്ലട്ടാ. ചെക്കൻ ടൂർ പോകാൻ പോകണല്ലാണ് ഇരിക്കണത്. പിന്നെ നമ്മൾ കട്ടിൽ അവിടെ നിന്ന് എടുത്ത് മാറ്റി. എല്ലാ പണിയും കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ഞങ്ങളെല്ലാവരും ഓരോ ചിക്കൻ പുട്ട് വെച്ച് കഴിച്ചു കേട്ടോ. വീട്ടിലെത്തി ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ മരുന്ന് കഴിച്ചിട്ട് കിടന്നങ്ങ് ഉറങ്ങി.